നമസ്കാരം. ജയ്ഹിന്ദ് ടി വി സംരക്ഷണം ആരംഭിച്ചിട്ട് 20-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബിഗ് ന്യൂസും 20 വർഷം പിന്നിടുകയാണ്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ രാജ്യത്ത് നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയും റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നത്. 2026 UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ പുനഃപരീക്ഷ നടത്താനുള്ള ഏജൻസികളുടെ തീരുമാനം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലെ ഗുരുതരമായ പിഴവും പഴയ ചോദ്യങ്ങളുടെ ആവർത്തനവും ചൂണ്ടിക്കാട്ടിയാണ് പരീക്ഷകൾ റദ്ദാക്കിയത്. ഇത് NTA അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് കാണിക്കുന്നത്. പരീക്ഷാ ഫീസ് ഇനത്തിൽ കോടികൾ പിരിച്ചെടുക്കുന്ന സർക്കാർ ഒരു പിഴവുമില്ലാതെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ പോലും കഴിവില്ലാത്തവരായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. നീറ്റ് മുതൽ നെറ്റ് വരെയുള്ള വഞ്ചനയുടെ പരമ്പരയാണ് രാജ്യത്ത് അരങ്ങേറുന്നത്. NTA നാഷണൽ തോൽവി ഏജൻസി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ വിഷയമാണ് ബിഗ് ന്യൂസ് പരിശോധിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. മാസങ്ങളോളം പഠിച്ച് പരീക്ഷ എഴുതിയ തങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലായതിന്റെ തീരാത്ത സങ്കടത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പരീക്ഷാ വീഴ്ചകൾ തങ്ങളുടെ ആത്മവിശ്വാസത്തെയും കഠിനാധ്വാനത്തെയുമാണ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയിൽ നിന്നും ഇത്രയും ദാരുണമായ പിഴവുകൾ ഉണ്ടാകുന്നത് ഒട്ടും പ്രതീക്ഷിച്ചതല്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പണ്ഡിതന്മാരുടെയും പുസ്തകങ്ങളുടെയും പേരിൽ പോലും ഗുരുതരമായ തെറ്റുകൾ വരുത്തിയത് പരീക്ഷാ നിർമ്മാണത്തിലെ അനാസ്ഥയാണ് വ്യക്തമാക്കുന്നത്. കേവലം തർജ്ജിമ പിഴവുകൾ മാത്രമല്ല, ചോദ്യങ്ങളുടെ അടിസ്ഥാന ആശയങ്ങൾ പോലും തെറ്റിച്ചാണ് നൽകിയിരിക്കുന്നതെന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. തെറ്റായ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിനു പകരം വീണ്ടും പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ജോലി സാധ്യതകളും ഉന്നത പഠന സ്വപ്നങ്ങളും നീണ്ടുപോകാൻ ഈ പുനഃപരീക്ഷാ തീരുമാനം കാരണമാകുമെന്ന് ഇവർ ആശങ്കപ്പെടുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കുന്നത് NDAയിലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയാണ്. യാത്രയ്ക്കും പഠനത്തിനുമായി ചിലവാക്കിയ സമയവും പണവും അധ്വാനവും വെറുതെയായെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികളെ നിരാശരാക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന പുനഃപരീക്ഷയെങ്കിലും കൃത്യതയോടുകൂടി നടത്തണമെന്നാണ് തകർന്ന മനസ്സോടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി അഭിജിത്ത്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. 3 പേർക്കും സ്വാഗതം. ആദ്യം പ്രൊഫസർ AG ജോർജിലേക്കാണ്. പ്രൊഫസർ AG ജോർജ്, ഈ നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ ഇപ്പോൾ നെറ്റിലും ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയും കഠിനാധ്വാനത്തെയുമാണ് വെറും കടലാസ് തുണ്ടുകൾ പോലെ വലിച്ചെറിയപ്പെടുന്നത്. കാരണം അത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ്. ആ ഒരു ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഏതായാലും 20-ാം ജന്മദിനം ആഘോഷിക്കുന്ന ജയ്ഹിന്ദിനും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ഞാൻ എൻ്റെ എല്ലാ നല്ല ആശംസകളും ആദ്യമായി നേരുന്നു. ഇവിടെ അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയുടെ ദുരന്തമാണ് ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ, ഇന്ത്യയിൽ ആകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത സമയത്താണ് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ചുള്ള ചർച്ച ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്ത്, അത് UGC നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചായിരുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് 17, 18, 19 വയസ്സായ യുവാക്കളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ഒരു വലിയ പരീക്ഷയായിരുന്നു ഈ പറയുന്ന നീറ്റ് UG പരീക്ഷ. അതിനകത്തുണ്ടായ ക്രമക്കേടുകൾ നമുക്ക് വിവരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ പിന്നിലുള്ള ലക്ഷക്കണക്കിന് രക്ഷിതാക്കളുണ്ട്. എത്രയോ കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി തയ്യാറാകുന്നത്. അവരുടെ പിന്നിൽ അവരെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കൾക്ക് എത്ര പ്രതീക്ഷകളാണ് അവരുടെ കുട്ടികളെ സംബന്ധിച്ചുള്ളത്. അതെല്ലാം തകർന്ന് തരിപ്പണമാകത്തക്ക രീതിയിൽ ഇത്രയും നിരുത്തരവാദപരമായി ഒരു സർക്കാർ ഏജൻസി പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞാൽ ഞാൻ അല്പം കടത്തി പറയട്ടെ, ആ സർക്കാർ ഏജൻസിയെ അടിയന്തരമായി പിരിച്ചുവിട്ട് അതിനകത്തുള്ള സകല ഉദ്യോഗസ്ഥന്മാരെയും പറ്റുമെന്നുണ്ടെങ്കിൽ കൽത്തുറുങ്കിൽ അടയ്ക്കണം. കാരണം അവർ 21 വിദ്യാർത്ഥികളുടെ ജീവൻ ഇല്ലാതെയാക്കിയതിൻ്റെ ഉത്തരവാദികളാണ്, കൊലയാളികളാണ്. ഇന്ത്യയിൽ ആകമാനം 21 വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് പരീക്ഷയിൽ രണ്ടാമത് പരീക്ഷ എഴുതേണ്ട സാഹചര്യം വന്നപ്പോൾ ആത്മഹത്യ ചെയ്തത്. അതിന് എത്ര കോടി രൂപ പരിഹാരം കൊടുത്താൽ ആ കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടും? ഇത് പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല.
വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ചുവപ്പ് കോട്ടയിൽ നിന്ന് വാതോരാതെ ജൻസിക്ക് വേണ്ടി പ്രസംഗിച്ചു. എന്തെല്ലാമാണ് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ജൻസിക്ക് വേണ്ടി അദ്ദേഹം പകർന്നു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഇവിടെ 12ാം വർഷം 13ാം വർഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഒന്ന് പരിശോധിക്കണം. നമ്മൾ എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? ഒരു വർഷം 2 കോടി യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഈ 13 വർഷം കൊണ്ട് എത്ര കോടി ജനങ്ങൾക്ക്, എത്ര കോടി യുവതി യുവാക്കൾക്ക് ജോലി കൊടുത്തു എന്നുള്ള കാര്യം വെളിപ്പെടുത്തണം. കഠിനമായ തൊഴിലില്ലായ്മ അഭ്യസ്തവിദ്യരുടെ ഇടയിൽ ഗുരുതരമായിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ത്യ മഹാരാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനിടയിലാണ് എങ്ങനെയെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി രാത്രിയും പകലും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് പഠിക്കുന്നതായിട്ടുള്ള പരീക്ഷ, കുട്ടികൾ എഴുതിയതായ നെറ്റ് പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. ഈ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കോളേജ് അധ്യാപക നിയമനത്തിന് അടിസ്ഥാനപരമായൊരു യോഗ്യതയാണ്. അതേസമയം അതിൽ താല്പര്യമുള്ള മറ്റ് കുട്ടികൾക്ക് ഗവേഷണത്തിന്, ഉപരിപഠനത്തിന് പോകുന്നതിനുള്ള ഒരു പരീക്ഷ കൂടിയാണ്. അപ്പോൾ എത്ര ഗൗരവമേറിയ ഒരു പരീക്ഷയാണ് എന്ന് ഇത് കാണണം. അവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ 2026 നടത്തിയ പരീക്ഷകളിൽ 87 വിഷയങ്ങളിലാണ് സാധാരണയായി UGC ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തുന്നത്. അതിൽ 84 പരീക്ഷകളും വലിയ കുഴപ്പമില്ലാതെ നടന്നുവെന്ന് പറയുന്നു. എന്നാൽ അതിൽപ്പെട്ട 3 വിഷയങ്ങളായ ഇംഗ്ലീഷ്, സോഷ്യോളജി, കോമേഴ്സ് 3 വിഷയങ്ങളിലെ പരീക്ഷാ ചോദ്യപേപ്പർ ആകെ അബദ്ധജടിലമായിരിക്കുന്നു, വെട്ടിത്തത്തിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. ഒരു പരീക്ഷ നടത്തിയ ഏജൻസി പറയുകയാണ് ചോദ്യക്കടലാസുകളെല്ലാം തെറ്റുകളായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ നിലവാരം എത്രയാണ്, എത്ര തരംതാണ രീതിയിലാണ് അത് നടത്തിയത്. അതിൻ്റെ ഉത്തരവാദികളെ നിർബന്ധമായും സമൂഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനായിട്ടുള്ളത്. ശ്രീ പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പരീക്ഷാ ഫീസ് ഇനത്തിൽ തന്നെ കോടികൾ പിരിച്ചെടുത്ത സർക്കാർ ഒരു പിഴവുമില്ലാതെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ പോലും കഴിയാത്തവരായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നീറ്റ് പരീക്ഷ ക്രമക്കേട് കഴിഞ്ഞ് 2 മാസം എത്തുമ്പോൾ ഇപ്പോൾ നെറ്റിലും ഒക്കെ ഇത്തരത്തിൽ ക്രമക്കേടുകൾ സംഭവിക്കുന്നു. സർവത്ര പിഴവാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ് മോദി സർക്കാർ. എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മുടെ രാജ്യത്ത് CBSE പരീക്ഷകളാണെങ്കിലും റെയിൽവേ ബോർഡ് എക്സാമുകളാണെങ്കിലും മറ്റ് നിരവധി കോമ്പറ്റീറ്റീവ് എക്സാംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേപ്പർ ലീക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് പുതുതായി ഉണ്ടായൊരു സംഭവമല്ല. 1980കളിലും 90കളിലും ഒക്കെ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പഴയ കാലത്തേക്ക് കടക്കുകയല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 30-ലധികം തവണയാണ് വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ നടത്തിയിട്ടുള്ള പരീക്ഷകൾ, പ്രത്യേകിച്ച് CBSEയുടെ 10ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷകളെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും പരീക്ഷ നടത്താനുള്ള സാഹചര്യം പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളുടെ കാര്യത്തിൽ, മാത്സിന്റെ കാര്യത്തിൽ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പരീക്ഷകളുടെ പേപ്പറുകൾ ഏതെങ്കിലും തരത്തിൽ അതിൽ കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അപ്പൊ സർക്കാരുകൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഈ തരത്തിൽ പരീക്ഷാ പേപ്പറുകൾ, അത് ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ബഹുമാനരായിട്ടുള്ള അധ്യാപകരാകാം, അതല്ലെങ്കിൽ അതിന്റെ പ്രിന്റിംഗ് സ്ഥലത്ത് നിന്നാവാം, അതല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിന്റെ ഇടയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിന്നാവാം, അത് ലീക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റായ നടപടിയാണ്, നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിരവധി ഘട്ടങ്ങളിൽ ഇതിനു മുൻപും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തപ്പെട്ടതിന്റെ പേരിൽ പരീക്ഷകൾ റദ്ദ് ചെയ്യുകയോ പുനഃപരീക്ഷകൾ നടത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ, പ്രത്യേകിച്ച് നിരവധി ഘട്ടങ്ങളിലായി പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. അതിനകത്തൊരു തർക്കവും അക്കാര്യത്തിനകത്തില്ല. മാത്രമല്ല അവരുടെ അവസരങ്ങളോ അതല്ലെങ്കിൽ സമയമോ നഷ്ടപ്പെടുത്തുന്ന, സാമ്പത്തികം മാത്രമല്ല, ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ബിനു സൂചിപ്പിച്ചതുപോലെ അതിൽ ഫീസ് അടക്കുന്ന, പണം മുടക്കുന്ന എന്നുള്ളത് മാത്രമല്ല, അവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്ന, അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തുന്നതിനാണ്. അതിനകത്ത് ആർക്കും തർക്കമില്ല. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് എത്രയോ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ആശങ്കയോടുകൂടി കാണേണ്ടതാണ്. അല്ല, അതിന് മാറ്റം വരണ്ടേ? കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും
ഇത് മാറ്റം വരേണ്ടതല്ലേ? കാരണം മോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഭാവി തലമുറയാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയല്ലേ, ഉത്തരവാദിത്വമല്ലേ? ഏതാണ്ട് 2010 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കാം മീൻസ് പരീക്ഷയുടെ പേപ്പർ ലീക്കിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഇതിനുവേണ്ടി സമിതി രൂപീകരിക്കുകയും പിന്നീട് 2015-16 കാലഘട്ടങ്ങളിലായി NTA എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു പോകുന്ന ശ്രീ ബിനു, അത് ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും, അത് നേരത്തെ UPA സർക്കാരിന്റെ കാലത്താണെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പരീക്ഷകൾ കുറ്റമറ്റ്, പ്രത്യേകിച്ച് അതിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ച് അവരുടെ അവസരങ്ങളും മാർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ഒന്നുകിൽ പരീക്ഷ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തുക, അല്ലെങ്കിൽ പുനർനിർണയം നടത്തുക, ക്വസ്റ്റ്യനുകൾ റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും ക്രമീകരണം നടത്തുക, ഇതെല്ലാം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഒന്നിന്റെയും ഒരു അവസരത്തെയോ സാധ്യതയോ കുറച്ചു കാണിക്കുന്നതിനോ അതിനെ കുറവായി കാണുന്നതിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. ഇപ്പോൾ ഈ സർക്കാർ തന്നെ, നേരത്തെ സർക്കാരുകളും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികളായിട്ടുള്ളവരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്കാരും ഏതാണ്ട് സമാനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. CBI അന്വേഷണം വരുന്നു, അതിൽ പ്രതികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്രിയയിൽ അത് കൂടുതൽ കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി NTA നടത്തുന്ന ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ എക്സാമിനേഷനെ പോലെയുള്ള, നീറ്റ് എക്സാമിനേഷനെ പോലെയുള്ള, എഞ്ചിനീയറിംഗ് എക്സാമിനേഷനെ പോലെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇനി മുതൽ കമ്പ്യൂട്ടർ ബേസിലേക്ക് മാറ്റിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ആശാവഹമായി കാണേണ്ട നടപടിയാണ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത് കുറച്ചുകൂടി കാര്യക്ഷമമായി കുറ്റമറ്റ രീതിയിൽ നടക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം അങ്ങ് സൂചിപ്പിച്ചതുപോലെ നീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ നെറ്റിന്റെ എക്സാമിനേഷന്റെ കാര്യത്തിൽ 87 എക്സാം നടന്നതിൽ 3 എണ്ണത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ, അങ്ങയുടെ ഇൻട്രൊഡക്ഷനിലും അങ്ങ് സൂചിപ്പിച്ചതാണ്, ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ക്വസ്റ്റ്യൻ മാത്രം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും അതിൽ എക്സാമിനേഷനെ റീവാല്യൂ ചെയ്യുക എന്നുള്ള പ്രോസസ് ചില ഘട്ടങ്ങളിൽ നടക്കാത്തതാണ്. കാരണം ഇതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. അപ്പൊ ചെറിയ ഒരു ദശാംശം മാർക്കിന് പോലും അവസരങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇല്ലാതാവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ പുനഃപരീക്ഷ എന്നുള്ളത് പലപ്പോഴും നമ്മൾ അവലംബിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. അത് തന്നെയാവും എല്ലാവരും ആഗ്രഹിക്കുന്നതും കാക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യം അങ്ങനെ തന്നെയാവും. പക്ഷേ ആ തരത്തിൽ ഈ പരീക്ഷകളിൽ ക്രമക്കേടുണ്ടാകുന്നു അല്ലെങ്കിൽ പേപ്പറുകൾ ചോർത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതും അത് ചെയ്യുന്നവർക്ക് ശിക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാരുകൾ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ചെയ്യുന്നവർ ഇനി ഇപ്പോഴുണ്ടായിട്ടുള്ള നടപടിയിൽ തന്നെ എല്ലാവരെയും പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി, അവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഒരു കേസ് എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യുന്നവർ, അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള മാൽ പ്രാക്ടീസിനുള്ള ശ്രമങ്ങൾ നടക്കും. പ്രത്യേകിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല തരത്തിൽ നമ്മുടെ സംവിധാനങ്ങളെ ഇല്ലാതെയാക്കുന്നതിനോ അല്ലെങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ ഒക്കെയുള്ള ഉത്സുക പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സത്വരമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് കൂടുതൽ ശക്തിമത്തായി, കൂടുതൽ സുതാര്യമായി മുന്നോട്ട് പോകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അഭിജിത്ത് കൂടിയുണ്ട്. അഭിജിത്ത്, ഈ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ പിഴവുകളൊക്കെ തന്നെ. കാരണം പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു മറുപടിയും നൽകുന്നില്ല. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്നൊരവസ്ഥയാണ്. കാരണം പരീക്ഷകൾ വളരെ പ്രതീക്ഷയോടെ എഴുതി, ഏറെ പ്രതീക്ഷയോടെ റിസൾട്ട് കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഒരു പഠിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ പരീക്ഷ കഴിയുമ്പോൾ പിന്നെ പൂർണ്ണമായിട്ടൊരു റിലീഫിന് വേണ്ടി വിദ്യാർത്ഥികൾ വിനോദകരമായ അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴാണ് ഇത് അറിയുന്നത്. അവരുടെ ഒരു മാനസിക നില തന്നെ തകരുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നതും അതുകൂടാതെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു മറുപടി നൽകാൻ തയ്യാറാകാത്തത്. ഇതിൽ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരങ്ങൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ കണ്ട സമരങ്ങൾ, ആ സമരത്തിൽ BJP ഇറക്കിയൊരു നറേറ്റീവ് ഉണ്ട്.
എപ്പോഴും നറേറ്റീവ് ആണല്ലോ അവരുടെ പരിപാടി. പേരുകൾ മാറ്റുക എന്നുള്ളതും നറേറ്റീവ് ഇറക്കി വിടുക്കുന്ന എന്നതിനപ്പുറം ജനങ്ങൾക്ക് ഗുണമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു ഭരണ നേട്ടങ്ങളും അവർ കൈവരിച്ചിട്ടില്ല. ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ സർക്കാർ ആ സമയത്തും ഒരു നറേറ്റീവ് ഇറക്കി. എന്താണ്? ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഇതായിരുന്നു നമ്മളവിടെ കണ്ടത്. ആ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായാണ് അവർ രാജിവെച്ചത് എങ്കിൽ, അദ്ദേഹം രാജിവെച്ചത് എങ്കിൽ, ഈ പരീക്ഷകൾക്കുൾപ്പെടെ ഇങ്ങനെയായിരുന്നോ സംഭവിക്കേണ്ടിയിരുന്നത്? ഈ പരീക്ഷയിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താ? നമ്മൾ നേരത്തെ ഇവിടെ പരിശോധിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷും കൊമേഴ്സും സോഷ്യോളജിയും ഉൾപ്പെടുന്ന പരീക്ഷകൾ, UGC നെറ്റ് പരീക്ഷകളിലാണ് ക്രമക്കേട് വന്നത്. എന്തായിരുന്നു ക്രമക്കേടുകൾ? വെറും അടിസ്ഥാനപരമായ ഉണ്ടാകേണ്ട അതിൻ്റെ ശരികളെ അത് തെറ്റായി കാണിക്കുക, വ്യാകരണങ്ങളിൽ തെറ്റുകൊണ്ടുവരിക, അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകൾ 2024 നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ അതുപോലെ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ക്രമക്കേടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ക്രമക്കേടായി ഇതിനെ കാണാൻ നമുക്ക് കഴിയില്ല. ഇതൊരൊറ്റപ്പെട്ട സംഭവമായും കാണാൻ കഴിയില്ല. ഇത് പൂർണ്ണമായും ഉത്തരവാദിത്തരഹിതമായി ആ കേന്ദ്രത്തിൽ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ആ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ തെറ്റുകളാണ്. കാരണം ഇപ്പോൾ സോഷ്യോളജി പരീക്ഷയിൽ വരുമ്പോഴത്തേക്കും സോഷ്യോളജിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളുടെ പേരാണ് അടിസ്ഥാനപരമായി അവിടെ തെറ്റുവന്നിട്ടുള്ളത്. റിറ്റ്സർ എന്നുള്ളത് പുറ്റ്സർ എന്ന്, അതുപോലെ പാഴ്സൺസ് എന്നുള്ളത് പാഴ്സോ എന്ന്, അതുപോലെ ഖരിയെ എന്നുള്ളത് ഖന്യ എന്ന്. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള AR ദേശായിയുടെ പേര് AK ദേശായി എന്ന്. ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ 2024 നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എത്ര എണ്ണമെന്ന് നമ്മൾ പരിശോധിക്കണം. 150 പരീക്ഷയിൽ 67 ചോദ്യങ്ങളാണ് അതേപടി 2024 പോലെ ചോദിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതേ ചോദ്യങ്ങളിൽ ആ സമയത്ത് കൊടുത്ത ഉത്തരങ്ങളുടെ ക്രമമുണ്ടല്ലോ, ആൻസർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് അതേ ക്രമത്തിൽ തന്നെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് പണിയാണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമല്ലേ? ആ ചോദ്യം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നതൊക്കെ AI ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ്. സംശയിക്കേണ്ടതായിട്ടില്ലേ? സ്വാഭാവികമായും AI-യിലാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഇത്തരം തെറ്റുകൾ വരാൻ സാധ്യതയുള്ളത്. വളരെ പ്രധാനപ്പെട്ട വസ്തുത എന്താ? ഈ പരീക്ഷ എഴുതാൻ വരുന്നത് ആരാണ് എന്നുള്ളതാണ്. എത്ര മണിക്കൂറുകൾ ചെലവിട്ടാണ്? നമുക്കറിയാം, ഒരു നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിദ്യാർത്ഥികൾ എടുക്കുന്ന, ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ എടുക്കുന്ന എഫേർട്ട്, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ യാതനകൾ, കഠിനാധ്വാനം എന്താണെന്നുള്ളത് നമുക്കറിയില്ലേ? ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ മനോനില പോലും അല്ല അവർക്കുള്ളത്. അവരുടെ UGC കാലഘട്ടം, അവരുടെ PG കാലഘട്ടം, അതിനുശേഷം ഇതിനു വേണ്ടി നടത്തുന്ന പ്രിപ്പറേഷൻസ്, അവരുണ്ടാകുന്ന അനുഭവങ്ങൾ, അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ സഹിച്ചിട്ടാണ് ആ പരീക്ഷയ്ക്ക് ഒന്ന് എഴുതുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച വാദം വളരെ പ്രധാനമാണ്, പ്രസക്തമാണ്. എന്താണ്? തൻ്റേതല്ലാത്ത തെറ്റു കാരണം തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അത് നികത്തിയ ശേഷം വന്ന് എഴുതുന്ന കുട്ടികൾ വീണ്ടും ഒരു പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? രാഹുൽ ഗാന്ധി ഉപയോഗിച്ച രണ്ടാമത്തെ വേർഡാണ് അവിടെ പ്രധാനപ്പെട്ടത്, എക്സ്ട്രാക്ഷൻ മെഷീൻ. ഈ പറഞ്ഞ NTA എന്ന് പറയുന്നത് ഒരു ചൂഷണ യന്ത്രമായി സർക്കാർ ഉപയോഗിക്കുകയാണെന്നേ. ഈ സ്ഥാപനം നിലവിൽ ഞാൻ പല തവണ ഈ വേദിയിൽ ഉപയോഗിച്ചൊരു വാക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ. സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി എന്ന് മാത്രം ഇവിടെ പറഞ്ഞാൽ പോരാ. രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു എക്സ്ട്രാക്ഷൻ മെഷീനാണ്. ചൂഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി ആണ് ഈ സ്ഥാപനത്തിന് ഉപയോഗിക്കുന്നത്. 2019 ശേഷം NDA വന്ന ശേഷം ഇതുവരെയും ഒരു പരീക്ഷയും നേരാവണ്ണം അവർ നടത്തിയിട്ടില്ല. എത്ര വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 19 കുട്ടികളുടെ മരണത്തിന് കാരണക്കാരായ വേറൊരു സ്ഥാപനം ഇവിടെ ഉണ്ടോ? നേരത്തെ ഇവിടെ BJPയുടെ വക്താവ് ഇവിടെ സൂചിപ്പിച്ചത് എന്താ? അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരുപാട് കാലങ്ങളായി നടക്കുന്ന കാര്യമാണ് എന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, CBSE ആയിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ നീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും CBSEയുടെ കീഴിലായിരുന്നപ്പോൾ ഇത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്രയും ചോദ്യപേപ്പർ ചോർച്ചകൾ വന്നിട്ടില്ല. അടിസ്ഥാനപരമായി രാജ്യത്തിലെ തന്നെ പ്രശസ്തനായ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ പേരാണ് തെറ്റായി അച്ചടിച്ചു വന്നിട്ടുള്ളത്. എന്ത് യോഗ്യതയാണ്, എന്ത് മാനദണ്ഡമാണ് ആ ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ വന്ന ആളുകൾക്കുള്ളത് എന്ന് അങ്ങ് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ സർക്കാർ വച്ച ഒരു ആളാണ്, നിങ്ങളുടെ സർക്കാർ വെച്ച കമ്മിറ്റിയാണ്, നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് നിങ്ങളുടെ സർക്കാരാണ്
എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള പല അവകാശങ്ങളും നൽകി കൊടുത്തത്, കൽപ്പിച്ചു കൊടുത്തത്. അതിലിരിക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇത് തെറ്റുപറ്റിയെന്നോ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? കാരണം ഇത്രയും നാളുകളായി നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു അടിസ്ഥാനപരമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ വാക്കുകൾക്ക് മാത്രമല്ലല്ലോ, പേപ്പറുകൾ ചോർന്നു പോകുന്നില്ലേ? പേപ്പറുകൾ ചോർന്നു പോകുന്നത് മാത്രമാണോ? അതേപോലത്തെ ക്വസ്റ്റ്യനുകൾ ആവർത്തിക്കുന്നില്ലേ? കാശുള്ളവർ മാത്രം ഇവിടെ ജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നില്ലേ? നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതൊന്നും കൊണ്ടുവരാതെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി രാജിവെച്ചു എന്ന്, ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ക്രമക്കേടുകൾ പരിഹരിക്കുകയാണെന്ന് ഇനിയും നിങ്ങൾ വാദിക്കരുത്. ഒരു നാണം കെട്ടൊരു വാദമാണ് എന്ന് തന്നെ അതിനെ ഞാൻ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവിടെ അത് പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭരണകൂടങ്ങൾ എവിടെയൊക്കെയുണ്ടോ, അവർ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ എവിടെയൊക്കെയുണ്ടോ, ആ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ നമ്മൾ എടുത്താൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിൽ VC-ക്കെതിരെ സമരം നടത്തുന്നു. എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാരണം? അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ടാണ്. നിങ്ങൾ നോക്കുക, ഇന്നും തുടർച്ചയായി 2ാം ദിനം LLB വിദ്യാർത്ഥികൾ സമരത്തിലാണ്. എന്താ കാര്യം? റിവാലുവേഷൻ റദ്ദാക്കാൻ തയ്യാറാകുന്നു. നോക്കൂ, UGC അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷകളിൽ റിവാലുവേഷൻ റദ്ദാക്കാൻ തയ്യാറാകുന്നു. അത് VC-യുടെ മാത്രം താല്പര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. 750 രൂപ ഫീസ് വച്ചത് 800ഉം 850ഉം ഒക്കെയായി വാങ്ങുന്നു. സാധാരണക്കാരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരുപറ്റം വിദ്യാർത്ഥികൾ നിരന്തരമായി അവിടെ സമരം ചെയ്യുമ്പോൾ VC അവർക്ക് മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതെ RSSന്റെ വേദിയിൽ ചെന്നിരുന്നു കൊണ്ട് വർഗീയവാദം പറയുകയാ. അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്തവരാണ് വന്ദേമാതരം പാടാൻ തയ്യാറാകാത്തത് എന്ന് പറഞ്ഞ നാണം കെട്ട പരാമർശം നടത്തുന്നത് ഒരു സർവകലാശാലയിൽ നിങ്ങൾ സ്ഥാപിച്ച VC-യാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും പ്രൊഫസർ AG ജോർജ്, ഈ പരീക്ഷ ഇതിൻ്റെ ഈ സർക്കാരിൻ്റെ താല്പര്യം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിലല്ല, മറിച്ച് വേണ്ടപ്പെട്ടവർക്ക് പരീക്ഷാ കരാറുകൾ നൽകുന്നതിലും കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുമാണ് എന്ന് തെളിയുകയല്ലേ ഇതിലൂടെ? ഇതിൻ്റെ ഒരു ചെറിയ നാൾവഴിയിലേക്ക് പോകുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യയിലെ സമഗ്രമായ ഉന്നത വിദ്യാഭ്യാസ മേഖല പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു ഏടാകൂടം നമുക്ക് ആർക്കും വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അതിലേറ്റവും പ്രധാനമായിട്ടൊരു സംഗതിയാണ്, നമ്മൾ പോലും അറച്ചറച്ച് നിന്നതിന് ശേഷമാണ് ഈ 4 വർഷ ബിരുദ കോഴ്സ് കേരളത്തിൽ ആരംഭിച്ചത്. നമ്മുടെയൊക്കെ, നിങ്ങളൊക്കെ കോളേജിൽ പഠിച്ചവരാണ്, നമ്മളൊക്കെ പഠിച്ചവരാണ്. ആ കാലത്തൊക്കെ ഇത്രയും കാലമായി 2024 വരെയും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആകമാനം ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, ഒരടിസ്ഥാന ബിരുദം നേടുന്നതിനായി 3 വർഷം +2 കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാന ബിരുദം നേടാം. ഒരടിസ്ഥാന ബിരുദം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടവർക്ക് തൊഴിൽ അന്വേഷിച്ച് പോകാം, ഉയർന്ന പഠനം നടത്തേണ്ടവർക്ക് അങ്ങനെ പോകാം. ഇന്ന് നോക്കണം, 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിസ്ഥാന ബിരുദം കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പില്ല. 4 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൊരു അടിസ്ഥാന ബിരുദം ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെ തുടർന്നുള്ള അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 10-35 വർഷം പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ ഇപ്പോഴും വളരെ ആശങ്കയോടുകൂടിയാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത്, അവരുടെ മാതാപിതാക്കൾ നിൽക്കുന്നത് എന്ന് അവരുമായി ദൈനംദിനമായി പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. കാരണം അവർ പലരും ചോദിക്കുന്നു, സാറേ 3 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ മകനോ മകൾക്കോ ഒരു ബിരുദം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ പോകണം, ഒരു PSC പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ പോകണം, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ഉറപ്പുമില്ല എന്ന് മാതാപിതാക്കളൊക്കെ വളരെ ആശങ്കയോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊരൊറ്റ ഉദാഹരണം സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയാൻ വരുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായി ഇന്ത്യ മഹാരാജ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലും സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലും വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ മുഴുവൻ നമ്മളുടെ നാട്ടിൽ പറയുന്ന പഴഞ്ചൊല്ല് പോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നത് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കും. ഇവിടെ പലവട്ടം നമ്മളെ പല പരീക്ഷകളെക്കുറിച്ച് നിരന്തരമായി അടുത്ത കാലങ്ങളിൽ ചർച്ച ചെയ്തല്ലോ. എൻ്റെ ബഹുമാന്യനായി ഞാൻ ആദരിക്കുന്ന BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു,
ഇത് നമ്മളെ അങ്ങനെ ഒന്ന് സാമാന്യവൽക്കരിച്ചാൽ മതി. ഇതിനകത്ത് മുൻപുണ്ടായിട്ടുണ്ട്, UPA കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്, അത് പിന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്നു. അതിനത്ര ഒരു വലിയ ഗൗരവം കൊടുക്കേണ്ട അർത്ഥത്തിലില്ല. അദ്ദേഹം പൊതുവെ ഒരു മിതഭാഷിയും മൃദുഭാഷിയുമാണ്. എനിക്ക് നല്ല അടുപ്പമുള്ളയാളാണ്. അദ്ദേഹം അതിനെ വളരെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തോട് എനിക്ക് വളരെ വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, നമ്മളായിരുന്നു ഈ കുട്ടികളുടെ സ്ഥാനത്തെങ്കിൽ നമുക്കുണ്ടായിരുന്ന മാനസികമായ വ്യഥയും നമ്മളെ പോറ്റുന്നതായ നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടായിരിക്കുന്ന ആത്മസംഘർഷവും എത്ര വലുതാണ് എന്ന് അങ്ങക്കൊന്ന് പറയാൻ സാധിക്കുമോ? അങ്ങും കോളേജിൽ പഠിച്ച് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ. നമ്മളൊക്കെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷകളോടുകൂടി കോളേജിലേക്ക് അയക്കുമ്പോൾ അവർ മാന്യമായി പരീക്ഷ എഴുതി എന്തെങ്കിലുമൊക്കെ ഒരു ബിരുദം നേടി എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തിയോ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്നോ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ നോക്കണം, 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ആകെ കൂടെ ഇരുട്ടിലാക്കിയതായ ഒരു പരീക്ഷയാണ് ഇപ്പോൾ ഇതാ വീണ്ടും നടത്താൻ പോകുന്നത്. അതിനകത്തെ 3 പരീക്ഷകൾ എനിക്ക് മുൻപേ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഞാൻ ധാരാളം നെറ്റ് പരീക്ഷ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ഇന്ന് എന്താണ് ഇപ്പോൾ നടന്ന 2026 ഇംഗ്ലീഷിൻ്റെ നെറ്റ് പരീക്ഷയിൽ നടന്നത്? 150 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്കുള്ളത് നെറ്റിൽ. ആ 150 ചോദ്യങ്ങളിൽ 67 ചോദ്യങ്ങൾ 2024 നടന്ന പരീക്ഷയുടെ തനി ആവർത്തനമായിരുന്നു. നോക്കണം, എന്തൊരു കൊടും പാതകമാണ് ചെയ്തത്. 2024 നടന്ന പരീക്ഷയിലെ 67 ചോദ്യങ്ങൾ യാതൊരു വ്യത്യാസവും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ 2026 പരീക്ഷയിൽ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഉത്തരവാദിത്തമില്ലായ്മയും കെടുകാര്യസ്ഥതയും എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണോ അത് നേരത്തെ ഇവിടെ മറ്റേ സോഷ്യോളജിയെക്കുറിച്ച് പറഞ്ഞു. അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ലോകത്തിലെ ഒരു പരിഭാഷയും ഈ തരത്തിൽ ചെയ്യാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് അവർ നൽകുന്ന വിശദീകരണമാണ് അതിനേക്കാൾ വിചിത്രം. അതായത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടുണ്ടായ അപകടമാണ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നിങ്ങൾ ഇതിനെ സംശയാതീതമായി അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനീ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോയി? നമുക്കറിയാമോ, ബിനുവൊക്കെ എന്നെക്കാളൊക്കെ വളരെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഈ ഗൂഗിൾ എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ഈ ചാറ്റ് GPT എന്നൊക്കെ പറയുന്നതും ജെമിനി എന്നൊക്കെ പറയുന്നതും ഒന്നും പൂർണ്ണമായി ശരിയാണെന്ന് ഒരിക്കലും അഭിപ്രായപ്പെടേണ്ടതില്ല. ധാരാളം മണ്ടത്തരങ്ങൾ, ശുദ്ധ മണ്ടത്തരങ്ങൾ ഈ ജെമിനി ആണെങ്കിലും ചാറ്റ് GPT ആണെങ്കിലും അതുപോലെ AI ആണെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ AI ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് ഒരു തൊടുന്യായമാണ്. അത് ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഒരു കാര്യം പിന്നെ ഓർക്കണം, ഇവിടെ കഴിഞ്ഞ 3-ാം പ്രാവശ്യം വന്ന മോദി സർക്കാരാണ് നേരത്തെയൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ വകുപ്പിന്റെ പേര്. അവർ 3-ാം പ്രാവശ്യം വന്നപ്പോഴാണ് പൂർണ്ണമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിച്ചത്. അപ്പോൾ അവരെ ഊന്നൽ കൊടുക്കാൻ ശ്രമിച്ചത് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മേഖല നന്നായി നടക്കണം, വിദ്യാഭ്യാസ രംഗം നന്നായി നടക്കണമെന്ന ഉദ്ദേശത്തോടെയാണ്. എന്താണ് ദുരന്തമുണ്ടായത്? കഴിഞ്ഞ 2 മാസം മുൻപ് കേന്ദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട 1-ാം നിരയിൽ നിൽക്കുന്നതായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ദയനീയമായ വിധത്തിൽ പുറത്തിറങ്ങി പോകേണ്ടതായി വന്നില്ലേ? അദ്ദേഹത്തിന് പകരം വന്നിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ബോധ്യവുമില്ല. അദ്ദേഹം ചോദിച്ചപ്പോൾ പാർലമെന്റിൽ പറഞ്ഞത് ഞാനിതൊക്കെ പഠിക്കാൻ തുടങ്ങിയാണ്, എന്തായാലും മാറ്റങ്ങൾ വരുത്തുമെന്നല്ലാതെ നാളിതുവരെ ഈ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധാർമ്മികമായിട്ടെങ്കിലും ഇതിൻ്റെ ഉത്തരവാദികളെ ഞങ്ങൾ കർശനമായി ശിക്ഷിക്കും, ഞങ്ങൾ ഈ കുട്ടികൾക്കുണ്ടായ മനോവേദനയിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹം ആർജവം കാണിക്കുന്നില്ല? അപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു ഭാഗത്ത് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു, ഭൗതികമായ ഉത്തരവാദിത്തത്തിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കെടുകാര്യസ്ഥത മൂലം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാനസികമായ സംഘർഷം ഇരട്ടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ സമഗ്രമായി കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. ഒരു കാര്യം കൂടെ പറയാൻ എന്നെ ഇപ്പോൾ അനുവദിക്കണം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് ബന്ധപ്പെട്ട ഏജൻസികൾ, പരീക്ഷാ ചോദ്യക്കടലാസ് തയ്യാറാക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അതിഭയങ്കരമായിട്ടുള്ള ചൂഷണം നടത്തുന്ന ഒരു മേഖലയാണ് പരീക്ഷാ പരിശീലന കളരികൾ. നമുക്കറിയാം, രാജസ്ഥാനിലെ കോട്ട പോലെയുള്ള ഒരു നഗരം മുഴുവൻ
പരിശീലന കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം അവിടുത്തെ ഈ പരീക്ഷാ പരിശീലനത്തിൻ്റെ ഒരു ടെൻഷൻ താങ്ങാൻ വയ്യാതെ പോവുകയാണ്. ഇത് ആസൂത്രിതമായ ഒരു വൻ വ്യവസായമായി നടക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ. നമുക്കറിയാമല്ലോ, ബിനുവിനറിയാമല്ലോ, ഇപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ദേശീയ പത്രങ്ങളൊക്കെ എടുത്താൽ 2ഉം 3ഉം ഫുൾ പേജ് പരസ്യങ്ങളാണ് ഈ പറയുന്ന പരിശീലന കേന്ദ്രത്തിൽ ജയിച്ച കുട്ടികളുടെ ചിത്രങ്ങൾ സഹിതം. എത്ര കോടി രൂപയുടെ പരസ്യമാണ്! അപ്പോൾ എത്ര കോടി രൂപ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. അവരെല്ലാം ഈ പറയുന്ന ക്രമക്കേടുകൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൂട്ടുനിൽക്കുന്നവരാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നതിൽ വ്യവസ്ഥകൾ ഉണ്ടാകണം. അവർക്ക് ലൈസൻസ് ഉണ്ടാകണം. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യത നിർണ്ണയിക്കണം. അവിടുത്തെ ഭൗതികമായ അന്തരീക്ഷം പരിശോധിക്കണം. അവർ ഫീസ് ചുമത്തുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിബന്ധനകളുണ്ടാകും. ഈ സാമൂഹ്യ വിപത്താണ് ഈ പറയുന്ന പരിശീലന കേന്ദ്രങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം എന്നുകൂടെ കാണേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് അതിസങ്കീർണമായിട്ടുള്ള ഈ ഏജൻസികളെ മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാലം വൈകിയിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ NTA എന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എല്ലാം മറിച്ച് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറുന്നു. അതായത് ജൂൺ 22 മുതൽ 30 വരെ നടന്ന പരീക്ഷകളാണ് 2 മാസത്തിന് ശേഷം റദ്ദാക്കുന്നത്. അതായത് ഈ 2 മാസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ ചിന്തിക്കണം. മാസങ്ങളുടെ കഠിനാധ്വാനവും സമയവും പണവുമാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. അതുമാത്രമല്ല അവരുടെ ഭാവിയെ തന്നെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ NTA എന്ന സംവിധാനം തന്നെ പിരിച്ചുവിടേണ്ടതാണ്. ഇപ്പോൾ പ്രൊഫസർ AG ജോർജൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒക്കെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്നത് ഒട്ടും ആശ്വാസകരമല്ല. അതിന് എന്ത് നടപടികളാണ് എടുക്കുന്നത്? ബിനു, നമ്മുടെ ഈ തരത്തിലുള്ള അലർട്ടിംഗ് ഏജൻസികളും ഒന്നുകിൽ അത് PSC അടക്കമുള്ള കേരളത്തിലെ PSC അടക്കമുള്ള സംവിധാനങ്ങൾ, മറ്റ് പല സംസ്ഥാനങ്ങളുടെയും PSCകൾ, ഇപ്പൊ ജാർഖണ്ഡിൽ വലിയ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിനു, അറിയാമല്ലോ. അവിടുത്തെ PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പേപ്പർ ലീക്കുകളിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും. അപ്പൊ കേരളം അടക്കം ഇപ്പൊ കേരളത്തിലെ PSCയുടെ പല ചോദ്യങ്ങളും പല ടെസ്റ്റുകളും റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. എന്തുകൊണ്ടാണ് റദ്ദാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? ഒന്നുകിൽ അഴിമതി, പരീക്ഷ എഴുതാത്തവർ ജയിക്കുന്നു, പരീക്ഷ എഴുതുന്നവർക്ക് 0 മാർക്ക് കിട്ടിയവർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തുന്നു. ഇതൊക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ബിനു. അത് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നടക്കുന്ന NTA ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഒരു നടപടിയെ സാധൂകരിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ വിനുവിന് ഒരു വാട്സപ്പ് അയച്ചിട്ടുണ്ട്. അത് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്റെ സുഹൃത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയ കാര്യങ്ങളല്ല, നിലവിൽ അങ്ങേക്കും ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. 2004 മുതൽ 2014 വരെ, സർക്കാർ ഏത് എന്ന് പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, 2004 മുതൽ 2014 വരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ 26 പരീക്ഷകളാണ് റദ്ദ് ചെയ്യപ്പെടുകയോ അതിൽ അറസ്റ്റുകൾ ഉണ്ടാവുകയോ, റദ്ദ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35,000, 40,000, 50,000, 60,000, 1,00,000 കുട്ടികൾ എഴുതുന്ന പരീക്ഷകൾ ക്യാൻസൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. 26 തവണ. അങ്ങേക്ക് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. രണ്ടാമത്തത്, ഗൂഗിൾ ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്നുള്ള നിലക്കാണ്. അങ്ങക്ക് ഏത് മോഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷവും അതിനു മുൻപും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങ് ബിനു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരും. ശ്രീ ജോർജ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ പല ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ വേണ്ടി നടക്കുന്ന കോച്ചിങ് സെന്ററുകൾ കഴിഞ്ഞ തവണയും ഇപ്പോഴും ഈ കൊല്ലവും ഒക്കെ നടന്നിട്ടുള്ള ഈ പേപ്പർ ലീക്കിങ്ങിലെ അറസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതെല്ലാം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ, കേരളം അടക്കമുള്ള സംസ്ഥാനത്തേക്ക് അതിന്റെ അന്വേഷണങ്ങളൊക്കെ നീണ്ടുവന്നതാണ്. പല സംസ്ഥാനങ്ങളും ഈ തരത്തിൽ നടക്കുന്ന കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകളുമാണ് ഈ തരത്തിൽ പേപ്പർ ലീക്കിങ്ങിലേക്കും അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവരുടെ നടപടികളിൽ കുഴപ്പങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്, അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊന്ന് ശ്രീ ജോർജ് സാർ, എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്, അങ്ങക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയുള്ള ആളാണ്. പ്രത്യേകിച്ച് അധ്യാപകൻ എന്ന നിലക്കും വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലക്കും അങ്ങക്ക് അറിവുള്ള കാര്യങ്ങളാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പല മേഖലകളിലും, ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ടെക്നോളജി മേഖലയിലുമൊക്കെ അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം AI ടൂളുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് പിൻവലിച്ചു. അതിന്റെ കാരണം
AI ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിൽ വിധിന്യായങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ തെറ്റുകൾ ഇല്ലാത്ത കേസുകളുടെ കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഇവിടെയും ഈ തരത്തിലും AI ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പക്ഷേ അവിടെ ഒന്നുകിൽ കൃത്യമായ പരിശോധനകൾ നടത്തപ്പെടണം, അതല്ലെങ്കിൽ അത് കുറ്റമറ്റ രീതിയിൽ സുതാര്യമായ രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ശ്രീ ജോർജ് സാർ, എനിക്ക് അങ്ങയോട് വിനയപൂർവ്വം പറയാനുള്ളത്, ഇപ്പോൾ ഈ റദ്ദാക്കുന്ന പരീക്ഷയുടെ കൂട്ടത്തിൽ നെറ്റിന്റെ പരീക്ഷ എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പരീക്ഷയുടെ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് വരുന്നതിന് മുൻപ് മിനിങ്ങാന്ന് തന്നെ ഇതിൽ ഈ പരീക്ഷ റദ്ദ് ചെയ്യാൻ 3 പരീക്ഷകളുടെ കാര്യത്തിൽ കുഴപ്പങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു, ഞാൻ എഴുതിയ സബ്ജക്റ്റിലാണോ ഈ ഉള്ളത് എന്നുള്ള ഒരു പരിഭ്രാന്തി എനിക്കുമുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സർക്കാരിന്റെ അല്ലെങ്കിൽ അതിന്റെ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. പക്ഷേ അത് തിരുത്തപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ 4ാമത്തെ ദിവസം തന്നെ അത് കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ വേണ്ടി പരീക്ഷ പ്രഖ്യാപിക്കുകയും ആ പരീക്ഷകൾ റദ്ദാക്കുകയും വീണ്ടും നീറ്റ് പരീക്ഷയ്ക്ക് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിന്റെ റിസൾട്ട് ജൂലൈ മാസം 16-ാം തീയതി പ്രഖ്യാപിക്കുകയും അതിന്റെ ഓൺലൈൻ അതിന്റെ സ്റ്റേറ്റ് വൈസുള്ള റിസൾട്ട് ക്ലാരിഫിക്കേഷനും അതിന്റെ ക്രെഡിറ്റ് സ്കോറും എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് NTA പ്രോസസ്സിന്റെ ഭാഗമായി കടന്നിരിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി രാജിവെച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ആ തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മന്ത്രി രാജിവെക്കുക എന്നുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായാലും ഇല്ലെങ്കിലും നടക്കുന്ന ഒരു സാധാരണ നിലക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അതിൽ കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് വരെ അദ്ദേഹം അവിടെ തുടർന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നടന്നു, പരീക്ഷ നടന്നു, അതിന്റെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. അതിൽ പിന്നീട് ആക്ഷേപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നാളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ അഡ്മിഷൻ തേടുന്ന സാഹചര്യത്തിലൊക്കെ മാറിയിരിക്കുന്നു. ശ്രീ ബിനു, എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിക്കും. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ PSCകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങളിൽ റദ്ദ് ചെയ്യപ്പെടുന്ന പരീക്ഷകളുണ്ട്. പരീക്ഷകളിൽ കോപ്പിയടി നടക്കുന്നുണ്ട്, ലീക്കേജ് നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നടപടികൾ ഇപ്പോൾ UDF സർക്കാർ എടുത്തു തുടങ്ങിയിട്ടുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ PSC എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പല യൂണിവേഴ്സിറ്റികൾ, ശ്രീ ജോർജ് സാറും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കെടുകാര്യസ്ഥ. എങ്ങനെയാണ് കെടുകാര്യസ്ഥ ഉണ്ടാവാതിരിക്കുക? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ BC-മാരെ നിശ്ചയിക്കാൻ ആ പാനലിലേക്ക് UGCയും സെനറ്റിന്റെ പ്രതിനിധിയും ഉള്ളതിലേക്ക് സെനറ്റ് പ്രതിനിധിയെ പോലും നൽകാതെ, സിൻഡിക്കേറ്റ് പ്രതിനിധിയെ നൽകാതെ സ്വാഭാവികമായും BC-മാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ UGCയെ നടത്തേണ്ട നോംസ് അനുസരിച്ച് നിയമിക്കപ്പെടേണ്ട ഒരു സംവിധാനത്തെ സർക്കാർ അട്ടിമറിക്കുന്നു. സർക്കാരിന് ഒരു ഘട്ടത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ കേസുമായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞില്ലേ, UGCക്ക് അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഒരു ഇടപെടലുകളും യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്നത് കരണീയമല്ല, സാധിക്കുകയുമില്ല. കാരണം നിയമം അത് അനുശാസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല, കേന്ദ്ര സർക്കാരിനും കഴിയില്ല. അതിനുള്ള ബോഡിക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ സർക്കാരുകളെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അതിൽ ഇടപെടണം, അതിൽ തർക്കങ്ങൾ ഉണ്ടാക്കണം, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതേത് സർക്കാർ വന്നാലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത് ഉണ്ടാകുന്ന സാഹചര്യം എപ്പോഴാണ്? കേന്ദ്ര ഗവൺമെന്റ് ഒരു പാർട്ടി ഭരിക്കുകയും സംസ്ഥാനം ഒരു പാർട്ടി ഭരിക്കുകയും ചെയ്യുമ്പോൾ വലിയ തർക്കങ്ങൾ ഉണ്ടാവില്ല ശ്രീ ബിനു. അല്ലാത്തപ്പോഴെല്ലാം തർക്കങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റികൾ. ശ്രീ ജോർജ് സാറൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇതിനെ സംബന്ധിച്ചല്ല. അപ്പൊ യൂണിവേഴ്സിറ്റികളിലെ രാഷ്ട്രീയ ഇടപെടൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം അതാ കണ്ടത്. ഇപ്പോഴും അത് കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നാലേ അറിയാൻ വേണ്ടി കഴിയും. പക്ഷെ കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ പേപ്പർ ലീക്കേജിന്റെ പേരിൽ ഇപ്പോൾ നിരവധി സംസ്ഥാനങ്ങൾ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജാർഖണ്ഡ് ഒരു ഉദാഹരണമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തിൽ നടന്നിട്ടുള്ള, ഹിമാചൽ പ്രദേശിൽ നടന്നിട്ടുള്ള, കർണാടകത്തിൽ നടന്നിട്ടുള്ള, മറ്റ് പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനം BJP ഭരിക്കലോ മറ്റു പാർട്ടികൾ ഭരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില്ല. തമിഴ്നാട് അടക്കമുള്ള ഞാൻ ഇടപെടുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനത്തും അത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. പക്ഷേ
അത് അവിടെയുള്ള ഭരണാധികാരികൾ തന്നെ അത് സംബന്ധിച്ച് വിശദീകരണം നൽകാറുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരീക്ഷാ സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ വാചാലനാവുകയും കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ സ്വന്തം ഏജൻസി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ബിനു, ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് 4ാമത്തെ ദിവസം പരീക്ഷ റദ്ദു ചെയ്യുകയും പുനഃപരീക്ഷ കൃത്യമായി നടത്തുകയും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ബഹുമാനപ്പെട്ട മന്ത്രി പിന്നീട് രാജിവെക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത വർഷം മുതൽ ഇത് കുറ്റമറ്റ രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇപ്പൊ ഈ പരീക്ഷ ഇപ്പൊ 2 മാസത്തിന് ശേഷമല്ലേ, 2 മാസത്തിന് ശേഷം റദ്ദാക്കുന്നത് വിദ്യാർത്ഥികളോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? ബിനു, ഇതിനെ സംബന്ധിച്ച് ഏതൊരു പരീക്ഷയാണ് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന PSC പരീക്ഷകൾ റദ്ദ് ചെയ്തു? എത്ര കാലം കഴിഞ്ഞിട്ടാണ് ബിനു? അതൊരു പരീക്ഷയെ സംബന്ധിച്ച് അതിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടുകയോ അത് പരിശോധിച്ച് പൂർത്തീകരിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന്റെ കാരണം അത് മറ്റൊരു വിദ്യാർത്ഥിയെ ബാധിക്കരുത്, അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹതയുള്ള മറ്റൊരു വിദ്യാർത്ഥിയെ ബാധിക്കരുത്. അതിന്റെ റിസൾട്ട്, അതിന്റെ ബെനിഫിറ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് ഒരു അനർഹന്റെ കയ്യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. അത് ഏത് സർക്കാരും, അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം കാണാതെ പറഞ്ഞത്, ഏത് സർക്കാരാണെങ്കിലും, സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ആ നടപടികൾ കുറ്റമറ്റതായി പ്രതികളെ പുറത്തു കൊണ്ടുവന്ന് ജയിലിൽ അടച്ച് അതിന്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും പരിശോധിക്കുക, അല്ലെങ്കിൽ വ്യക്തമാണ്. അങ്ങനെ തന്നെ പറയണം. ശരി അഭിജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിൻ്റെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ പിഴവുകളെക്കുറിച്ചും മറ്റ് പിഴവുകളെക്കുറിച്ചുമൊക്കെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. അതുമാത്രമല്ല നമ്മുടെ ഈ യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇവരെ, ഈ ഏജൻസികളെ അടക്കം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഒരു ശോഭനമായ ഭാവി ലഭിക്കുകയുള്ളൂ. അതല്ലേ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇപ്പോൾ പി കൃഷ്ണദാസ് അദ്ദേഹം പറയുന്ന പോലെ ഓരോ സ്ഥലത്തും നടക്കുന്നു, കേരളത്തിൽ PSC നടക്കും, അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതിന് മാറ്റം വരണ്ടേ? അതല്ലേ പ്രധാനം. കറക്റ്റ് വസ്തുതയാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഇത് തന്നെയാണ് ഏറെ ബഹുമാനീയനായ ശ്രീ കൃഷ്ണദാസ് സാറ് പറഞ്ഞതിൻ്റെ ഒരു വസ്തുതയുടെ മറുപടി. അങ്ങ് ഇവിടെ നേരത്തെ ഒരു മെസ്സേജ് ഇട്ട കാര്യവും ഒക്കെ പറഞ്ഞു. അതുവരെ എനിക്ക് എത്രയായിരുന്നു UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എക്സാം ക്യാൻസലേഷൻ എന്ന് എനിക്ക് സത്യസന്ധമായി അറിയില്ല. അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് എന്നാൽ കഴിയുന്ന സോഴ്സുകളിലൂടെ പരിശോധിക്കാൻ ചെയ്യുകയും ചെയ്തു. അറിയാത്ത കാര്യം അറിഞ്ഞൂടാ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 26 അല്ല, ഏകദേശം 40ഓളം പരീക്ഷകളാണ് UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ റദ്ദായിട്ടുള്ളതെന്ന് തന്നെയാണ്. ഒരു തെറ്റുമല്ല. പക്ഷേ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ NDA സർക്കാർ ഭരിക്കുമ്പോൾ 152 പരീക്ഷകളാണ് റദ്ദാക്കിയത്. അതിൽ തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിച്ചത് എന്നുകൂടി അങ്ങ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇത് 2 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഒന്ന് വയറും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സുമാണ്. ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അങ്ങേക്ക് ഞാനിത് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിലേക്കാണല്ലോ നമ്മൾ വരേണ്ടത്. നേരത്തെ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ കൺവിക്ഷൻ എന്നുള്ളതാണ്. കൺവിക്ഷൻ റേറ്റ് UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കേസുകളിലും കഴിയുന്നത്ര പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അവർക്ക് ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്. 2010 നടന്ന ഈ RRBയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ആളുകളെ പിടിച്ചു, 10 പേരെ പിടിക്കുകയും അവർക്ക് 5 വർഷം തടവും കൊടുത്തു. 2007 CA-CPT എക്സാം ഉൾപ്പെടെയുള്ളതിൽ സംഭവിച്ച എക്സാമുമായി ബന്ധപ്പെട്ടതിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പാൾ മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ശിക്ഷയും തടവും പിഴയും ഒക്കെ കൊടുത്തതാണ്. അങ്ങനെ നിരവധി പരീക്ഷകളിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നങ്ങ് മനസ്സിലാക്കുക. ഒന്നെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒരു കൺവിക്ഷൻ. പക്ഷേ ഈ കഴിഞ്ഞ പരീക്ഷകളിലൊന്നും അറസ്റ്റ് അല്ലാണ്ട് ഒരൊറ്റ കൺവിക്ഷൻ പോലും ഉണ്ടായതായി അങ്ങേക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അങ്ങേക്ക് സമ്മതിച്ചു തരാം. 0 കൺവിക്ഷൻ ആണ്, അല്ലെങ്കിൽ 0 കൺവിക്ഷൻ റേറ്റ് ആണ് ഈ NDA അല്ലെങ്കിൽ BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, അമിത്ഷായുടെ ഗവൺമെൻറ് ഈ രാജ്യം ഭരിക്കുമ്പോൾ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടോ പരീക്ഷ റദ്ദാക്കുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമോ നിയമ സംവിധാനത്തിൻ്റെ സഹായം തേടിക്കൊണ്ടോ 0 കൺവിക്ഷനാണ് നടന്നിട്ടുള്ളത് എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏത് സംസ്ഥാനത്തിലെ ഏത് സർക്കാർ ഭരിക്കുന്നതോ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിന് ആ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ കൊട്ടിഘോഷിച്ചിറക്കിയ ഒരു ആക്ട് കൂടിയുണ്ട്.
എന്തായിരുന്നു ആക്ട്? പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന് പറഞ്ഞ് 2024 നിങ്ങൾ കൊട്ടിക്കൊഴിച്ച് ഇറക്കിയ ഒരു ആക്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാളിനെ നിങ്ങൾക്ക് ഇതുവരെ കൺവിക്ഷൻ ചെയ്യാൻ കഴിഞ്ഞോ? 2024 മുതൽ 26 വരെയുള്ള 2 വർഷക്കാലം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? 365 × 2 നിങ്ങൾക്ക് ഈ ഇത്രയും കാലഘട്ടം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇടപെടൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ആക്ടുകൾ പാസ്സാക്കാനോ പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ കൊണ്ടുവരാനോ ഏതെങ്കിലും പുതിയ സ്ഥാപനങ്ങളിലൂടെ പരീക്ഷകൾ തയ്യാറാക്കാനോ അല്ലാത്തതിനപ്പുറം പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളോ ഉദ്യോഗാർത്ഥികളോടുകൂടി ഒരു തരത്തിലുമുള്ള ആത്മാർത്ഥത നിങ്ങൾ അവരോട് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അങ്ങ് ഈ പറയുന്നത് പോലെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടേ ഉള്ളൂ എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും തീർന്നില്ലല്ലോ. ഇനി കെടുകാര്യസ്ഥതയുടെ കാര്യം പറഞ്ഞാൽ കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള പരീക്ഷ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് എന്താ? ചില ക്രമക്കേടുകൾ ഇതിൽ സംഭവിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? സംഭവിച്ച ക്രമക്കേടുകൾ വളരെ ബേസിക്കാണ്, അടിസ്ഥാനപരമാണ്. ഈ രാജ്യത്തിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക ശാസ്ത്രജ്ഞന്റെ പേരിലെ അക്ഷരം പോലും തെറ്റായി കൊണ്ടുവരിക, അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ ട്രാൻസ്ലേഷൻസിൽ തെറ്റുകൊണ്ടുവരിക, അതുപോലെ തന്നെ പഴയ പരീക്ഷകൾ തിരികെ കൊണ്ടുവരിക, AI ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കുക, ആൻസറുകൾ തയ്യാറാക്കുക, ഇതൊക്കെയാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ എന്ത് അക്കൗണ്ടബിലിറ്റിയാണ് ഉള്ളത് എന്ന് അങ്ങൊന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ ഗവൺമെൻറ് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് എന്ന് അങ്ങൊന്ന് വ്യക്തമാക്കി തരൂ. അങ്ങയോട് ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന പുതിയ നയങ്ങൾ, കൊണ്ടുവന്ന പുതിയ സ്ഥാപനങ്ങൾ, കൊണ്ടുവന്ന പുതിയ രീതികൾ ആർക്കും ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ഒരു എക്സ്ട്രാക്ഷൻ മെഷീൻ, ഒരു ചൂഷണ യന്ത്രമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. ആരാണ് ഇവിടെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ അവരെ നിങ്ങൾ കോക്രോച്ചുകൾ എന്ന് വിളിച്ച ആളുകളാണ്. അവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞ ആളുകളാണ്. തള്ളിക്കളഞ്ഞ ചെറുപ്പക്കാർ ജന്തർ മന്ദറിൽ വന്ന് കൂടിയപ്പോൾ അവരെ തെരുവിൽ തല്ലിയവരാണ്. പെൺകുട്ടികളെ അടക്കം അടിച്ചമർത്തിയവരാണ്. ഒടുവിൽ ആ ചെറുപ്പക്കാർ നിങ്ങളെ പാർലമെന്റിനകത്തിരിക്കുന്ന മന്ത്രിയെ വലിച്ചു താഴെയിട്ടപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വം കൊണ്ട് രാജിവെക്കുന്നു എന്ന ഒരു ന്യായം പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. അതിനപ്പുറം ഒരു ക്രെഡിബിലിറ്റിയോ ഒരു അക്കൗണ്ടബിലിറ്റിയോ നിങ്ങളുടെ സർക്കാരിനില്ല എന്ന് അങ്ങയോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ AG ജോർജ്, ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പി കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ആദ്യത്തെ നീറ്റ് പരീക്ഷയിൽ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ NDAക്ക് എടുത്തത് നീണ്ട 2 മാസമാണ്. അത് അങ്ങേയറ്റം അസ്വാഭാവികമാണ്. പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ തലയിലേക്കാണ് ഇടുത്തി പോലെ ഈ പുനഃപരീക്ഷ എന്ന സംഭവം വന്നിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകൾ, ഇപ്പോൾ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള വിവർത്തനത്തിലെ അപാകതകൾ, പഴയ ചോദ്യങ്ങളുടെ ആവർത്തനം എന്നിവയൊക്കെ കണ്ടെത്താൻ ഇത്രയേറെ കാലതാമസം എടുത്തത് ഏജൻസിയുടെ ആഭ്യന്തര പരിശോധനാ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നതിൻ്റെ തെളിവാണ് കാണിക്കുന്നത്. ഈ പരീക്ഷാ ഫീസിനത്തിൽ കോടികൾ പിരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന കുറ്റമറ്റ രീതിയിലുള്ളൊരു പരീക്ഷാ നടത്തിപ്പല്ലേ? ഇനി ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകൾ വളരെയേറെ നിരുത്തരവാദപരമായി ആണ് ഈ വിഷയം കൈകാര്യം ചെയ്തതെന്ന് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതെ, ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് ഒരു ചെറിയ ഒരു ന്യായീകരണം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ പരീക്ഷ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്ത് രണ്ടാമതൊരു പരീക്ഷ നടത്തി, നല്ല കുറ്റമറ്റ രീതിയിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചില്ലേ എന്ന് അദ്ദേഹം വളരെ ലളിതമായി ആ ചോദ്യം ചോദിക്കുന്നു. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണല്ലോ, ആ 2ാം പരീക്ഷയ്ക്കും 1ാം പരീക്ഷയ്ക്കും ഇടയിലാണ് നമ്മുടെ മക്കളുടെ പ്രായമുള്ള 21 കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. സാറേ, അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താനായി സാധിക്കും? അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് സംഭവിക്കുമ്പോൾ 2ാമത് പരീക്ഷ നടത്തി ഞങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഫലം പുറപ്പെടുവിച്ചില്ലേ എന്ന് പറയുന്ന ഒരു ന്യായീകരണം എത്രമാത്രം നമുക്ക് വിശ്വാസത്തിലെടുക്കാനായി സാധിക്കുന്നുവെന്ന് അങ്ങ് തന്നെ അങ്ങയുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ മാത്രം മതി. ഞാൻ അവിടെ വിടുകയാണ്. അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം പലവട്ടം നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി 2ാമത്തെ വിഷയം ബിനു ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന നെറ്റ് പരീക്ഷയുടെ ആൻസർ കീ പുറത്തു വന്നപ്പോൾ അത് തന്നെ മാസങ്ങൾക്ക് ശേഷം, സാധാരണയായി മുൻകാലങ്ങളിലൊക്കെ UGCയുടെ ആകട്ടെ നീറ്റ് ആകട്ടെ നെറ്റ് ആകട്ടെ പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ കീ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഉത്തര സൂചിക പുറത്തു വരുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ നെറ്റ് പരീക്ഷയുടെ 87 വിഷയങ്ങളിൽ നടന്ന പരീക്ഷകളുടെ കീ വന്നത് തന്നെ ഏതാണ്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ആ ഉത്തര സൂചിക പുറത്തു വന്നപ്പോഴാണ് ഈ വലിയ പ്രമാദമായിട്ടുള്ള കുറ്റങ്ങൾ ഈ 3 ഭാഷ
3 വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ തന്നെ കണ്ടെത്തുന്നത്. അതിനകത്തുള്ള പോരായ്മകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇംഗ്ലീഷ് പരീക്ഷയിലൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷുമായി ബന്ധമുള്ളത് കൊണ്ട് 150 ചോദ്യങ്ങളിൽ 67 ചോദ്യങ്ങൾ 2024 ചോദ്യപേപ്പറാണ്. സാറേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കാര്യക്ഷമതയില്ലാതെ, ഇത്രയും ജാഗ്രതയില്ലാതെ, ഇത്രയും ശ്രദ്ധയില്ലാതെ നടത്തേണ്ട ഒരു അഖിലേന്ത്യാ പരീക്ഷയാണോ ഇത്? നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഇത്തരം പരീക്ഷകളിൽ ഈ തരത്തിലുള്ള അപരാധം അക്ഷന്തവ്യമായ അപരാധമല്ലേ ഇത് നടത്താൻ ഉത്തരവാദപ്പെട്ടവർ കാട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങയുടെ വിശദീകരണം എന്താണ്? ഇന്നിപ്പോൾ 30 ജീവനക്കാരെ, അതൊക്കെ കോൺട്രാക്ട് ലേബറേഴ്സ് ആണെന്നാണ് ഞാൻ കേൾക്കുന്നത്, അവരെ പിരിച്ചുവിട്ടത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധിക്കുമോ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഈ ചോദ്യപേപ്പറിൻ്റെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയാതെ പോയവർ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ലീക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചല്ല മറ്റേതെങ്കിലും പരീക്ഷ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവിടെ പറഞ്ഞതുപോലെ എത്ര ആളുകളെ ഇതിനോടകം തന്നെ കഴിഞ്ഞ 12 വർഷമായി കൺവിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഇതിലേതെങ്കിലും തരത്തിലൊരു ന്യായീകരണം കൊടുത്തിട്ട് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ 23 കുട്ടികളാണ് ഇതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. 21 കുട്ടികൾ. അതിന് 7.5 കോടി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നു അത്. അതുമാത്രമല്ല 142 തവണ ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ നിസ്സാരപ്പെട്ട പിഴവുകളെന്ന് പറയുമ്പോൾ 2 മാസം എടുത്തു ഇത് കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണ്. ഈ ഏജൻസികളെ എന്തിനു നിലനിർത്തണം, കോർപ്പറേറ്റ് താല്പര്യങ്ങളാണോ ഇതിന് പിന്നിൽ എന്നൊക്കെ സംശയമുയർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. മോദി ഇത്തരത്തിൽ കുട്ടികളെ വളരെ കാമായി സമീപിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. ബിനു, ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഈ സമയം വരെ ഞാൻ ഒരു ഘട്ടത്തിലും ഇതിന്റെ കുറവുകളെ സംബന്ധിച്ചോ ഇതിന്റെ കുഴപ്പങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അത് ശരിയായ നടപടിയാണ് എന്ന് പറയുകയോ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റായ നടപടികൾക്ക് സർക്കാർ കർക്കശമായ നടപടി സ്വീകരിച്ചു എന്നാണ്. മറ്റൊന്ന്, സർക്കാരിനെ സംബന്ധിച്ച് ശ്രീ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ എത്ര കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ പ്രതികളെ പിടിക്കുന്ന അന്ന് തന്നെ കൺവിക്ട് ചെയ്യുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ട്രയൽ നടത്തി ശിക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിന്റെ പ്രോസസ്സ് നടന്ന് വരട്ടെ. സമയമെടുക്കുന്ന പ്രോസസ്സാണല്ലോ ട്രയൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, കോക്രോച്ച് എന്ന് വിളിച്ചത് ആരാണ് എന്ന് എന്നേക്കാൾ നന്നായി അങ്ങക്കറിയാമല്ലോ. ആരാണ് യുവജനങ്ങളെ ക്രോക്രോച്ച് എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വമാണോ? അല്ലല്ലോ. സർക്കാർ നേതൃത്വമാണോ? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അത് പിന്നീട് ഒരു പ്രചരണത്തിന്റെയും അതുപോലെ തന്നെ ഒരു സംഘടനാ രൂപത്തിന്റെയൊക്കെ ഭാഗമായി മാറി എന്നുള്ളതാണ്. പിന്നെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ യുവജനങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിലും പ്രക്ഷോഭത്തിലും സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം, കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ സുതാര്യമാണ് എന്ന് മാത്രമല്ല അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ ബിനു, അവരുമായി ചർച്ചകൾ നടത്തി, മന്ത്രിമാർ ചർച്ചകൾ നടത്തി, അത് പരിഹരിച്ചു. അവർക്കെതിരെയുള്ള കേസുകൾ ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും ഒരു കേന്ദ്ര ഗവൺമെന്റോ ഇത്രയും സുതാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാർലമെന്റ് തുടരാൻ അനുവദിച്ചില്ല. അവിടെ അമിത്ഷാ എല്ലാ ദിവസവും ഒളിച്ചു കളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപാട് സംഭവങ്ങളുണ്ട്. വളരെ ചുരുക്കി ഒരു 30 സെക്കൻഡിൽ മറുപടി. ഞാൻ അവസാനിപ്പിക്കാം ബിനു. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുമായി ചർച്ച നടത്തി പരിഹരിച്ചു. ആ ചർച്ച നടത്തിയപ്പോൾ അവർ പ്രതിപക്ഷ നേതാവിനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ അത് പരിഹരിക്കാൻ വേണ്ടി. അപ്പൊ ആ ആ നേതാക്കന്മാർ തന്നെയല്ലേ പോയത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ വന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ഞാനിതിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനോ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവരവർ സമരം നടത്തിയവരെ പിന്തുണച്ച പ്രതിപക്ഷം ആലോചിക്കണ്ടേ ആ സമരത്തിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പ്രതിപക്ഷ നേതാവിനെ കൂടെ കൊണ്ടുപോയില്ലേ ചർച്ചയ്ക്ക്? അങ്ങനെ ഉണ്ടായില്ലല്ലോ. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കുട്ടികളെ ബാധിക്കുന്ന ഈ പരീക്ഷാ സമ്പ്രദായങ്ങൾ മാറ്റം വരേണ്ടതുണ്ട്. അതിന് കാലോചിതമായെങ്കിലും മാറ്റം വന്നില്ലെങ്കിൽ അത് അടുത്ത ഭാവി തലമുറയാണ് ദോഷകരമായി ബാധിക്കുക. ഇനിയെങ്കിലും കോർപ്പറേറ്റ് താല്പര്യം മുൻനിർത്തിയുള്ള ഏജൻസികളെ ഒഴിവാക്കാൻ മോദി സർക്കാർ തയ്യാറാകണം. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിജിത്ത്, പ്രൊഫസർ എ ജി ജോർജ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് 3 പേർക്ക് നന്ദി. ബിഗ് ന്യൂസ് സമാപിക്കുന്നു. ജയ് ഹിന്ദ്.